Assalamu alaikum. Welcome to Zahrabanu cooking and tips. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ഒരു ചിക്കൻ സൂപ്പ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ചിക്കൻ ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ ചിക്കൻ പുഴുങ്ങിയത് കുരുമുളകും ഉപ്പിട്ട് പുഴുങ്ങിയതാണ്. ഇനി ഇതിൻ്റെ വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ വെള്ളത്തെ നമ്മൾ ബ്രോത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് എന്നൊക്കെ വെച്ചിട്ടുണ്ടാക്കിയാലും മതി. പക്ഷേ ഇതാണ് ഒന്നും കൂടി ഹെൽത്തി ആയിട്ടുള്ളത്. ഈ ബ്രോത്ത് വെച്ചിട്ടാണ് നമുക്ക് സൂപ്പ് റെഡിയാക്കേണ്ടത്. അതുപോലെ ചിക്കന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നല്ല നൂല് പോലെ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് അത് ഒന്നും കൂടി നമുക്ക് ഈസി ആയിട്ട് കുടിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ബ്രോത്ത് അതുപോലെ ഇതുപോലെ നൂലാക്കിയിട്ട് ഇരിക്കണം. നമ്മുടെ ചിക്കൻ ഒന്നുകൂടി നൂലാക്കണം ശരിക്കത്. അപ്പോൾ ഈ സൂപ്പെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടതിന് ശേഷം അതിൽ ഞാൻ വെളുത്തുള്ളി അരിഞ്ഞത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി കരിഞ്ഞു പോകരുത്, ടേസ്റ്റ് മൊത്തം മാറിപ്പോവും. ഇനി ഇവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, സവാള അരിഞ്ഞത്, അതുപോലെ തന്നെ ക്യാബേജ് അരിഞ്ഞു വെച്ചതാണ്. ഇതാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി ഈ 3 വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. കൂടെ വേവിക്കണ്ട, ഇതൊന്ന് ജസ്റ്റ് ഇതിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ ഒന്ന് മിക്സ് ചെയ്യാം. വെണ്ണയൊക്കെ ആയിട്ട് അതുപോലെ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ ആയിട്ടൊന്ന് കലർന്നിരിക്കണം. ഇതാണ് നമ്മുടെ വെജിറ്റബിൾസ് ഈ സൂപ്പിലേക്ക് ആവശ്യമുള്ള. ഇനി ഈ ബ്രോത്ത്, ഇതാണ് എടുത്തു വെച്ചിട്ടുള്ള ബ്രോത്ത്, അല്ലെങ്കിൽ ചിക്കൻ പുഴുങ്ങിയ ആ വാട്ടർ, ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ കേട്ടോ. നമ്മൾ കൂടുതൽ മെനക്കെടേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ സൂപ്പൊക്കെ നമ്മുടെ ഡെയിലി ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒരു നേരത്തെ അരി ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ സൂപ്പ് യൂസ് ചെയ്യാം. ഇനി ആദ്യം ബ്രോത്ത് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സൂപ്പ് പല തരത്തിലുള്ള സൂപ്പുകളുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ സൂപ്പാണ്. ഇത് ക്രീമി സൂപ്പല്ല, ചിക്കൻ ക്രീമി സൂപ്പ് വേറെ ഉണ്ട്. ഇത് ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കോൺഫ്ലവർ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത്. ഈ കോൺഫ്ലവർ ഇല്ലാത്തവർ അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അത് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. അപ്പോൾ ഇനി കോൺഫ്ലവർ നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ആ കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ചേർക്കുന്ന വെച്ചാൽ ഒന്നുകൂടി തിക്കാവാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി വളരെ ലൈറ്റ് ആവാതെ കുറച്ച് കട്ടിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട്, ഹോട്ടാക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏതൊരു സൂപ്പിലും നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിക്കനിലും ഉപ്പുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ബ്രോത്തിലും ഉപ്പുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ സൂപ്പ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സൂപ്പാണ്.